വേനൽ കടുത്തതോടെ കുടിവെള്ളം ലഭിക്കാനാകാതെ നരകജീവിതം നയിക്കേണ്ട സ്ഥിതിയാണ് ബേപ്പൂരിലെ തീരദേശവാസികൾക്ക്. വീടുകളിലെ കിണറുകളിൽ ഉപ്പുവെള്ളം വ്യാപിച്ചതോടെ സ്വകാര്യ വ്യക്തികൾ വാഹനങ്ങളിലെത്തിക്കുന്ന വെള്ളം അമിത വില നൽകി വാങ്ങേണ്ട അവസ്ഥയാണ് തീരദേശ മേഖലയിലെങ്ങും. ഇത്തരത്തിലെത്തിക്കുന്ന വെള്ളത്തിന് ഒരു ബക്കറ്റിന് 100 രൂപ വരെയാണ് ഈടാക്കുന്നത്. കുളിക്കാൻ ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ കണ്ണെരിച്ചിലും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെടുന്നത് പതിവാണ്. ഞങ്ങൾ മത്സ്യത്തിലാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കടലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തീരണം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. വെള്ളം ഞങ്ങളിപ്പോൾ കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം വരെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം തന്നെ അങ്ങനെ അവന് മയം കൂടി ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ സാധിക്കില്ല. തീരദേശ മേഖലയെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പൈപ്പ് ലൈൻ പോലും നിലവിൽ സ്ഥാപിച്ചിട്ടില്ല. നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ ലോറികളിൽ കുടിവെള്ളം എത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മേഖലയെ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. നിരവധി തവണ പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടും ജനപ്രതിനിധികൾ ബേപ്പൂരിലെ തീരദേശവാസികളോട് അവഗണന തുടരുകയാണ്. നൗഫൽ നസീർ, റിപ്പോർട്ടർ, കോഴിക്കോട്.